കൈകളിൽ തരിപ്പ് വരിക. ഇന്ന് പല ആളുകളും ഒരു 35 വയസ്സ് കഴിഞ്ഞാൽ പല ആളുകൾ പറയുന്ന ഒരു കോമൺ കംപ്ലയിൻറ്റ്, ഡോക്ടറെ എൻ്റെ കൈ തരിക്കുന്നുണ്ട്. ചില ആളുകൾ പറയും എൻ്റെ ഒരു വലത്തെ കൈയുള്ളൂ, ചില ആൾക്ക് 2 കൈയുണ്ട്. ഇനിയിപ്പോൾ കൈ തരിച്ചാൽ തന്നെ ചിലപ്പോൾ വിരലുകൾ മാത്രം, ചില സ്പെസിഫിക് ഫിംഗേഴ്സ് മാത്രം, വിരലുകൾ മാത്രം തരിപ്പുണ്ടാകുക, ചില സമയത്ത് തരിക്കുക. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കപ്പ് പിടിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ കത്തി കൊണ്ട് മീൻ മുറിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ബക്കറ്റ് പിടിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഡ്രസ്സൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ പിഴിയുന്ന ഒരു ഇതുണ്ടല്ലോ, അത് ചെയ്യുന്ന സമയത്ത് കൈയൊക്കെ തരിച്ചു പോവുക, അല്ലെങ്കിൽ രാവിലെ ഉറങ്ങി എണീക്കുന്ന സമയത്ത് കൈ തരിക്കുക. ഇങ്ങനെ പല തരത്തിൽ കൈത്തരിപ്പ് നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ് പല ആളുകൾ നേരിടുന്നൊരു പ്രശ്നമാണ്. പലപ്പോഴും ഇത് നമ്മൾ ശ്രദ്ധിക്കൂല. കുറേയൊക്കെ നമ്മൾ ഇത് കൂടിക്കഴിഞ്ഞാൽ ഇത് നിൽക്കുന്നില്ല, ഫുൾ ടൈം ഇത് വരുന്നുണ്ടെങ്കിലാണ് പലപ്പോഴും ഇത് നോട്ടീസ് ചെയ്യുക. ഇതൊരു പ്രശ്നമായിട്ട് മാറുന്ന സമയത്ത് പലപ്പോഴും പല പേഷ്യൻസ് നമ്മളടുത്ത് വരാറുള്ളത് എന്നുള്ളതിനാണ്. അപ്പോൾ ഇത് നമ്മൾ എല്ലതും തള്ളിക്കളയരുത്. ഇത് എന്തുകൊണ്ടാണ് വരുന്നത്, എന്തെങ്കിലും റീസണുകളുണ്ടോ, എങ്ങനെ നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റും എന്ന് നമ്മൾ അറിയലും അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യലും വളരെ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് വേറെ ഒന്നുമില്ല, ഈ കൈത്തരിപ്പ് വരാനുള്ള റീസൺ എന്താണ്, അപ്പോൾ അതിന് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്യും കൈത്തരിപ്പ് വരും, എങ്ങനെ നമുക്കിത് മാനേജ് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഇത് മാറിക്കിട്ടാൻ എന്തെങ്കിലും ട്രിക്സുകൾ ഉണ്ടോ എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ പേര് ഡോക്ടർ സിറാജ്, താമരശ്ശേരി QNB ഹെൽത്ത് കെയറിലെ യുനാനി ഫിസിഷ്യനാണ്. നമുക്കറിയാം ഈ തരിപ്പ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ പല ആളുകളും പറയാറ്, ഡോക്ടർ എനിക്ക് ചിലപ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര തരിപ്പാണ്, പിന്നെ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല, ബെഡ്ഷീറ്റ് മടക്കി വെക്കാൻ പറ്റുന്നില്ല, പല്ല് തേക്കാൻ പറ്റുന്നില്ല, പിന്നെ കുറച്ചൊക്കെ വന്നാണ്ട് കൈയൊക്കെ ഒന്ന് അയഞ്ഞ് ഒന്ന് ലൂസാക്കി ഒന്നിങ്ങനെ എക്സസൈസ് മൂവ്മെൻ്റ് ഒക്കെ നടത്തി വരുമ്പോൾ സമയത്ത് ഈ തരിപ്പ് കുറയുകയും ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഇത് പല ആളുകൾ ചിലപ്പോൾ അത് വലത്തെ ഭാഗത്ത് കിടന്നാൽ ഈ കൈ തരിക്കും, ഇടത്തെ ഭാഗത്ത് കിടന്നാൽ ഈ കൈ തരിക്കും എന്നുള്ളതാണ്. അങ്ങനെ പല ആളുകൾ കണ്ടുവരാറുണ്ട്. അപ്പോൾ ഇതിന് ബഹുഭൂരിപക്ഷം ആളുകളെടുത്ത് നോക്കുകയാണെങ്കിൽ ഒന്ന് കാരണം എന്താ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അനീമിയ ഉള്ള ആളുകളിൽ ഇത് കണ്ടുവരാറുണ്ട്. അതായത് രക്തക്കുറവുള്ള ആളുകൾക്ക് ഈ ഒരു പ്രശ്നം വളരെ നല്ല രീതിയിൽ കണ്ടുവരാറുണ്ട്. രക്തം നല്ല രീതിയിൽ കുറവ്, അതേപോലെ സർക്കുലേഷൻ പ്രോപ്പറായിട്ടില്ലാത്ത ആളുകൾക്ക് ഈ ഒരു പ്രശ്നം നല്ല രീതിയിൽ കണ്ടുവരാറുണ്ട്. ചില ആളുകൾ കാലിനും അങ്ങനെ തരിപ്പ് വരാറുണ്ട്. കുറച്ച് ഒന്ന് നമ്മൾ ചമ്രം പടിഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കാല് തരിപ്പ് വരിക, പിന്നെ കുറച്ചാണ്ട് കാലൊക്കെ നിവർത്തി ഒന്ന് മസാജ് ചെയ്ത് ഒന്ന് ഒഴിഞ്ഞ് ഒന്ന് പ്രോപ്പറായിട്ട് ഇരിക്കുമ്പോൾ അത് ഓക്കെ ആവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളിൽ ഈ സർക്കുലേഷൻ പ്രോപ്പറാണോ, രക്തക്കുറവിന് പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ട് ചെക്ക് ചെയ്യേണ്ടതാണ്. രണ്ടാമത് ഇതിനെ കൂടെ തന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ചിലപ്പോൾ നമ്മൾ ഒരുപാട് സമയം ഒരേ പൊസിഷൻ നമ്മൾ ബോഡി അങ്ങനെ കീപ്പ് ചെയ്താലും എന്ത് ചെയ്യും, ഒരു മൈൽഡായിട്ടുള്ള സർക്കുലേഷൻ്റെ ഒരു ഇഷ്യൂസ് കാരണമൊക്കെ ആയിട്ട് ഈ പറഞ്ഞതുപോലെ ഇഷ്യൂസ് ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത് വലിയ ട്രീറ്റ്മെൻ്റ് ഒന്നും എടുക്കേണ്ടതില്ല, നമ്മൾ അതിൻ്റെ ഒരു പൊസിഷനൊക്കെ ഒന്ന് എന്ത് ചെയ്യുക മാറ്റുക, അതേപോലെ ജസ്റ്റ് ഒന്ന് മൂവ്മെൻ്റ് ഒക്കെ നടത്തും, അത് ക്ലിയർ ആവുകയും ചെയ്യും. അപ്പോൾ ഒന്ന് രക്തക്കുറവ് കാരണമായിട്ടും രണ്ടാമത് നമ്മുടെ പൊസിഷൻ കാരണമായിട്ടും ഈ പറഞ്ഞ തരിപ്പ് കണ്ടുവരാറുണ്ട് എന്നുള്ളതാണ്. അത് കംപ്ലീറ്റ് കൈ മൊത്തം ഉണ്ടായിരിക്കട്ടെ ഇങ്ങനത്തെ കേസുകളിൽ അത് നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. രണ്ടാമതൊരു കാരണം എന്താ വെച്ചാൽ ഷുഗർ ഉള്ള ആളുകൾക്ക് തരിപ്പ് വരാറുണ്ട്. നമുക്കറിയാം ഷുഗർ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ രക്തത്തെ ബാധിക്കുന്നുണ്ട്, രക്തക്കുഴലുകൾ ബാധിക്കുന്നുണ്ട്, അതുപോലെ തന്നെ പല തരത്തിൽ നമ്മുടെ ശരീരത്തെ മുഴുവൻ അത് ബാധിക്കും. എസ്പെഷ്യലി ഞരമ്പിനത് ബാധിക്കും. പല പേഷ്യൻസ് പറയുന്നതാണല്ലേ, ഈ ചെരുപ്പിട്ടാൽ അറിയുന്നില്ല, അതേപോലെ തന്നെ നടക്കാൻ പറ്റുന്നില്ല, കാല് നിലത്ത് കുത്തിയതുപോലെ നമുക്കറിയുന്നില്ല, ചിലപ്പോൾ ചുട്ട് പൊള്ളണ രീതിയിൽ ചുട്ട് പൊള്ളണ പോലൊക്കെ ഉണ്ടെന്ന് പേഷ്യൻസ് പരാതി പറയുന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ഒരു പ്രശ്നം അത് ഞരമ്പിന് എന്ത് ചെയ്യുന്നതാണ്, ഷുഗർ ബാധിക്കുന്നതാണ്. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ഷുഗർ ഉള്ള ആളുകൾ HbA1c ഒക്കെ 11, 12, 13 ഒക്കെ നല്ല രീതിയിൽ ഉണ്ട്, നല്ല രീതിയിൽ ബോഡി ഷുഗർ ബാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ എന്ത് ചെയ്യും, നമ്മുടെ കൈകളിലേക്കുള്ള ഞരമ്പിനെ ഇത് ബാധിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് കൈകൾക്ക് തരിപ്പുണ്ടായിരിക്കും, ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അപ്പോൾ ഷുഗർ വന്നു കഴിഞ്ഞാൽ അവിടെ പ്രത്യേകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല ഷുഗറും ഉണ്ടായിരിക്കും, കാലിന് ഞരമ്പിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, കണ്ണിന് ചിലപ്പോൾ കാഴ്ചക്ക് പ്രശ്നം ഉണ്ടായിരിക്കും, കേൾവിക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ ചിലപ്പോൾ മിക്ക ആളുകളിലും 2 കൈകൾക്കൊന്നുണ്ടായിരിക്കും തരിപ്പ് വരുന്നുള്ളൂ. അതേപോലെ ജോയിൻറ്റ് പെയിൻ ഒക്കെ നല്ല രീതിയിൽ ഇങ്ങനെ ആളുകളിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഷുഗറിൻ്റെ പ്രശ്നമുണ്ടോ, ഷുഗർ നിർബന്ധമായിട്ട് നിങ്ങൾ മാനേജ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒന്ന് നിങ്ങൾക്ക് പ്രശ്നമെങ്കിൽ ഒന്ന് രക്തം നോക്കണം, വളരെ നല്ലതാണ്. അതേപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ ഷുഗർ ഉണ്ടോ ഇല്ല എന്നുള്ളത് നമ്മൾ കൺഫേം ആക്കണം. ഷുഗർ രോഗികളാണെന്നുണ്ടെങ്കിൽ, ഷുഗർ കൂടിയിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം, അതിന് മാനേജ്മെൻറ്റ് പെട്ടെന്ന് തന്നെ ചെയ്യണം. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ കംപ്ലീറ്റ്ലി പ്രശ്നങ്ങളിലേക്ക് അത് കൊണ്ടെത്തിക്കുന്നുള്ളതാണ്. അപ്പോൾ ഷുഗർ രോഗികൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇനി അതേപോലെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്, ചില ആളുകൾക്ക് ഈ ചില വിരലുകളിൽ എന്ത് ചെയ്യും,
ഈ ഒരു പ്രശ്നം വരും എന്നുള്ളതാണ്. എല്ലാ സമയത്തും ഉണ്ടായിരിക്കില്ല. ഈ പറഞ്ഞ പോലെ നമ്മൾ എന്തെങ്കിലും എക്സ്ക്യൂസ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ കപ്പ് പിടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു റിസ്കിൻ്റെ മൂവ്മെൻറ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഇത് കൂടുന്ന സമയത്ത് നല്ല രീതിയിൽ ഈ തരിപ്പ് കൂടുന്ന ആളുകൾ ഉണ്ടാവുന്നുള്ളതാണ്. ഇത് ആക്ച്വലി CTS എന്ന് പറയുന്ന കാർപ്പൽ ടണൽ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ. അതായത് നമ്മുടെ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ടണലുണ്ട്, ചെറിയൊരു പാലം പോലെയുണ്ട്. ആ പാലത്തിൻ്റെ താഴെയിലൂടെയാണ് ഞരമ്പ് കടന്നു പോകേണ്ടത്. അപ്പോൾ ആ പാലം ആ ഒരു മുകളിലുള്ള ഭാഗം ചെയ്യും, ഞരമ്പിന് പ്രസ് ചെയ്യും. ചില കണ്ടീഷൻ നമ്മൾ എന്തെങ്കിലും സ്ക്യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും പിടിക്കുന്ന സമയത്ത് അത് അമരും. ആ ഞരമ്പും തട്ടുന്ന സമയത്ത്, അമരുന്ന സമയത്ത് എന്ത് ചെയ്യും, ആ പോകുന്ന ഭാഗത്ത് തരിപ്പ് അനുഭവപ്പെടും, ഒരു ഷോക്ക് പോലെയൊക്കെ അനുഭവപ്പെടുന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യണം, അത് ക്ലിയർ ആക്കേണ്ടി വരും. അതിന് പല ടെസ്റ്റുകളുണ്ട്, അത് അതിനനുസരിച്ച് നെർവ് കണ്ടക്ഷൻ സ്റ്റഡീസും ഒക്കെ ഇതിനുണ്ട്. അതൊക്കെ ചെയ്ത് നോക്കിയിട്ട് അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അതിന് സ്പെസിഫിക് ആയിട്ടുള്ള സർജറി നമ്മൾ ചെയ്യാൻ വേണം. അതിൽ യാതൊരു സംശയവും ഇല്ല. മൈൽഡായിട്ടുള്ള പ്രശ്നങ്ങളാണ്, ഇടയ്ക്കൊക്കെ വരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ചെറിയ രൂപത്തിലുള്ള തെറാപ്പികളും എക്സസൈസുകളൊക്കെ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ ഇത് മാറ്റിക്കൊണ്ടുവരാം. അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻസുകൾ നമ്മൾ കുറയ്ക്കാൻ പറ്റും. അതിപ്പോൾ അത് നേരത്തെ ഐഡൻറ്റിഫൈ ചെയ്യണം നിങ്ങൾക്ക്. അതാണ് ഞാൻ പറഞ്ഞത്, പല തരിപ്പുകൾ നമ്മൾ നീട്ടിക്കൊണ്ടുപോകരുത്. അതെന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വേഗം തന്നെ അത് സോൾവ് ചെയ്യാൻ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ഒരു തരിപ്പ് നിങ്ങൾക്ക് അതിന് പ്രത്യേകത ഇവിടെ ഒന്നും വലിയ തരിപ്പ് ഉണ്ടാവില്ല, ഈ ഒരു ഭാഗത്തായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ അത് നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. CTS എന്ന് പറയുന്ന കണ്ടീഷനാണെന്നുണ്ടെങ്കിൽ അതിന് സ്പെസിഫിക്കൽ ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നുള്ളതാണ്. ഇനി അതേപോലെ തന്നെ ഞരമ്പ് റിലേറ്റഡ് ആയിട്ട് പ്രശ്നമാണ്. ചില ആളുകൾക്ക് സെർവിക്കൽ റിലേറ്റഡ് ആയിട്ട് നട്ടലിന് ചിലപ്പോൾ ഉണ്ടാവും ഒരു ഡിസ്ക് ബൾജ്, അല്ലെങ്കിൽ അവിടെ തേയ്മാനത്തിൻ്റെ പ്രശ്നങ്ങൾ, അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെന്നുണ്ടെങ്കിൽ ആ ഞരമ്പ് പോകുന്ന ഭാഗങ്ങളിലൊക്കെ ഈ ഒരു എസ്പെഷ്യലി പല ആൾക്ക് കൈകളുടെ വിരലുകളിൽ എന്ത് ചെയ്യും, തരിപ്പ് വരുന്നുള്ള. ചില ആൾക്ക് റൈറ്റിലുണ്ടായിരിക്കും, ചില ആൾക്ക് ലെഫ്റ്റിലായിരിക്കും, ചിലപ്പോൾ രണ്ട് കൈകൾക്കും ഈ ഒരു തരിപ്പിൻ്റെ പ്രശ്നം വരും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ചില ആളുകൾക്ക് ഈ CTS എന്ന് പറഞ്ഞ സംഗതി ഉണ്ടല്ലോ, ഇവിടുത്തെ ഒരു സർജറി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തുണ്ടാവും, നമുക്ക് തരിപ്പുള്ള പല കണ്ടീഷൻ ഉണ്ടാവാറുണ്ട്. അവർക്ക് ആക്ച്വലി ഇവിടുത്തെ പ്രശ്നമായിരിക്കില്ല, ഇവർക്ക് സർവിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഞരമ്പ് അവിടെ എന്തെങ്കിലും കംപ്രഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഡിസ്ക് ബൾജ് ഉണ്ട് വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ പറഞ്ഞ തരിപ്പ് വരും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് സ്റ്റാർട്ടിങ് സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നമ്മളെ പോസ്റ്ററുകൾ കറക്റ്റ് ചെയ്യണം. അതുപോലെ ഇത് എക്സ്പെഷ്യലി ആർക്കാ വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെപ്പോഴും ഫോൺ ഉപയോഗിക്കുമ്പോൾ നമ്മളിങ്ങനെ തല ബെൻഡ് ചെയ്തിട്ട്, കഴുത്ത് ബെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുക. അതേപോലെ നമ്മൾ കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഇരിക്കുക, റീഡ് ചെയ്യുന്ന സമയത്ത് തല താഴ്ത്തിയിരിക്കുക. അപ്പോൾ ഈ ഒരു ബെൻഡിങ്, കഴുത്ത് ബെൻഡ് ചെയ്യുന്ന കണ്ടീഷൻ കൂടുതൽ സമയം നമ്മൾ ഇരിക്കുമ്പോൾ നട്ടയിലുണ്ടാകുന്ന ഈ പറഞ്ഞിട്ടുള്ള ഡിസ്കിന് എന്ത് ചെയ്യും, അത് ബൾജിലേക്ക് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ പറഞ്ഞതുപോലെ ഞരമ്പിലേക്ക് വരികയും തരിപ്പ് നല്ല രീതിയിൽ അനുഭവപ്പെടും. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, പോസ്ചർ നമ്മുടെ കഴുത്തിൻ്റെ നിൽപ്പുണ്ടല്ലോ അത് പ്രോപ്പറാകണം. അതുകൊണ്ട് പലപ്പോഴും ബെൽറ്റ് ഇടാൻ പറയുന്നു ഡോക്ടർ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ അത് കറക്റ്റ് പോസ്ചർ നമ്മൾ കീപ്പ് ചെയ്യുക, നമ്മൾ ചാരി ഇരിക്കുക. അതേപോലെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, ഫോണൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത്, ബുക്ക് ഉപയോഗിക്കുന്ന സമയത്ത് ഈ ഒരു പൊസിഷൻ നമുക്ക് എപ്പോഴും മാറ്റാം. ഇത് നമുക്ക് വല്ലാണ്ട് മാറ്റാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും ഫോണൊക്കെ നമ്മുടെ കഴുത്തിന് നല്ല സ്ട്രൈറ്റ് ആയിരിക്കുന്ന രീതിയിൽ മാക്സിമം യൂസ് ചെയ്യുക. അത് അങ്ങനെ ഒരു യൂസേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ലാതെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അതുപോലെ കഴുത്തിന് വേണ്ടിയിട്ടുള്ള എക്സസൈസുകൾ നല്ലോണം രീതിയിൽ ചെയ്യുക. നമ്മൾ സ്ട്രൈറ്റ് ആയിട്ടൊക്കെയും റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കൊക്കെ റൊട്ടേഷൻ കാര്യങ്ങളൊക്കെ പൊതുവായിട്ട് ചെയ്യേണ്ട എക്സസൈസുകളൊക്കെ എന്ത് ചെയ്യുക, കഴുത്തിന് ചെയ്യാനും കൂടെ ഒക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അത് നമുക്ക് MRI എടുത്ത് കഴിഞ്ഞാൽ, എക്സ്റേ എടുത്ത് കഴിഞ്ഞാലൊക്കെ അതിൻ്റെ ഒരു ഏകദേശം രൂപം നമുക്ക് കിട്ടും, ഏത് എത്രത്തോളം ഉണ്ട്. ചിലത് നമ്മൾ വല്ലാണ്ട് കൂടിയ കേസുകളൊക്കെ നല്ല പെയിനുള്ള കേസുകളുണ്ടായിരിക്കും, ചിലപ്പോൾ സെൻസേഷൻ നല്ല രീതിയിൽ കുറഞ്ഞ കേസ് ഉണ്ടാവും, മസ്കുലർ ആക്ടിവിറ്റി കുറഞ്ഞു പോയ കേസുണ്ടാവും. അപ്പോൾ അത് സിവിയർ ആകുന്ന കേസാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞതുപോലെ സർജറി ചെയ്യേണ്ടതുണ്ടെങ്കിൽ സർജറി ചെയ്യേണ്ടി തന്നെ വരും. അല്ലാത്ത കേസുകൾ, ബഹുഭൂരിപക്ഷം കേസുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സസൈസുകളിലൂടെയും നമ്മുടെ പോസ്റ്റർ കറക്റ്റ് ആക്കുന്ന കേസുകളിലൂടെ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ കഴുത്തിന്, സെർവിക്കൽ നെർവ്സിന്, നാടുകൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കൈകളിൽ നല്ല രീതിയിൽ തരിപ്പ് അനുഭവപ്പെടുന്നുള്ളതാണ്. ഇനി അതേപോലെ ശ്രദ്ധിക്കാനുള്ളതാണ്, ചില കേസുകളിൽ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാലും ചില തരിപ്പുകൾ കണ്ടുവരാറുണ്ട്. ചിലപ്പോൾ തരിപ്പ് മാത്രമേ, സെൻസേഷനും കൂടെ കുറയും. അങ്ങനെ മസ്കുലർ സെൻസേഷൻ കുറയുക, വെയിറ്റ് വീക്ക്നെസ് വരിക. ചിലപ്പോൾ നമ്മൾ രാത്രി കിടന്നതായിരിക്കും, രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് പ്രശ്നങ്ങൾ. അതിന് അസോസിയേറ്റ് ചിലപ്പോൾ നമ്മൾ ആ ഒരു ഫേസിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുകൾ, നാവ് കഴിഞ്ഞു പോകുന്ന അസ്വസ്ഥതകൾ, മുഖം കൂടിപ്പോകുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനെ പല പ്രശ്നങ്ങളും അതിന് അസോസിയേറ്റ് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എന്ത് ചെയ്യരുത്, തള്ളിക്കളയരുത്. നിങ്ങൾക്ക് BP കൂടുതലുണ്ടെങ്കിൽ
ഈ പറഞ്ഞതുപോലെ ഷുഗർ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ സ്ട്രോക്കിനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പോൾ അതിൻ്റെ ഒരു അടയാളം കൂടി, അല്ലെങ്കിൽ സ്ട്രോക്ക് വന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളിൽപ്പെട്ട ഒരു പ്രശ്നമാണ് ഈ പറഞ്ഞ പോലെ കൈകൾ തളരുക, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരിക എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ കൂടെ നമ്മൾ തള്ളിക്കളയാത്ത എന്ന് പൊതുവായിട്ട് കണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ് സ്ട്രോക്ക് എന്ന് പറഞ്ഞത്. അത് നിർബന്ധമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാനാണ്. അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കാൻ മറ്റൊരു കാര്യമാണ്, ഈ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ അവരിലും ഈ പറഞ്ഞതുപോലെ തരിപ്പ് നല്ലോണം വരും. എസ്പെഷ്യലി വൈറ്റമിൻ ബി കോംപ്ലക്സ് B12 ഒക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞതുപോലെ വൈറ്റമിൻ ഡിയുടെ കുറവൊക്കെ ഉണ്ടെങ്കിൽ ചില ആളുകൾ ഇത് ബുദ്ധിമുട്ട് കണ്ടുവരാറുണ്ട്. അപ്പോൾ നമ്മുടെ ജനറൽ വീക്ക്നെസ് നല്ലോണം വരിക, അതേപോലെ തന്നെ കൈകളും കാലുകൾക്ക് തരിപ്പ് നല്ല രീതിയിൽ അനുഭവപ്പെടുക. അതുവെച്ചാൽ മിക്ക ആളുകൾക്ക് 2 കയ്യിലുണ്ടാവും കേട്ടോ, കാരണം വൈറ്റമിൻ B12 വെച്ചിട്ടുണ്ടെങ്കിൽ 2 കയ്യിലും കുറവുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ സർക്കുലേഷൻ റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, 2 കൈകൾക്ക് തരിപ്പും ക്ഷീണവും തളർച്ചയും എനർജി ഇല്ലാത്ത പ്രശ്നങ്ങളും അങ്ങനെ പല ബുദ്ധിമുട്ടുകൾ അതിന് അസോസിയേറ്റ് ആയിട്ട് വരും. അത് കാലുകളിൽ ഈവൻ എന്ത് ചെയ്യും, ആ തരിപ്പൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, വൈറ്റമിൻ B12 കൂട്ടാൻ പറ്റുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക, അതിന് നറിഷ്മെൻറ്റ് കൂട്ടാൻ പറ്റുന്ന സപ്ലിമെൻറ്റുകൾ നമ്മൾ നല്ല രീതിയിൽ ഒരു ഡോക്ടറെ കണ്ട് ഒരു ഫിസിഷ്യനെ കണ്ടിട്ട് നമ്മൾ കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിതിന് പലപ്പോഴും സിമ്പിളായിട്ട് കാണുന്നുണ്ടെങ്കിലും പലതും എന്ത് ചെയ്യും, ക്രോണിക് ആയി കഴിഞ്ഞാൽ അത് സർജറി ചെയ്യേണ്ട അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ അത് മാറാൻ പറ്റാത്ത കണ്ടീഷനിലേക്ക് ആയി പോകുന്നുള്ളതാണ്. അപ്പോൾ അതിനെ അങ്ങനെ ഒരു കൊണ്ടുപോകാതെ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം അത് എനിക്ക് വരാനുള്ള കാരണം എന്താണെന്നുള്ളത് ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം. അതാണ് ഡയഗ്നോസിസ്. ഇത് എന്തുകൊണ്ട് എനിക്ക് വന്നു, അതിന് റീസൺ എന്താണ്, ഇതിൻ്റെ ബാക്കിലുള്ള സയൻസ് എന്താണ് അതിൻ്റെ ഫാക്റ്റ് എന്താണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ചില ആളുകൾ ചിലപ്പം സ്ട്രോക്ക് ഉണ്ടായിരിക്കാം, ചില ആളുകൾക്ക് വിറ്റാമിൻ ഡെഫിഷ്യൻസി ആയിരിക്കാം, ചില ആളുകൾക്ക് സെർവിക്കൽ റിലേറ്റഡ് ഇഷ്യൂസ് ആയിരിക്കാം, അങ്ങനെ പല കാരണങ്ങളുണ്ടായിരിക്കും. അതിനെല്ലാ ആളുകളും പോയിട്ട് തൈലിട്ട് ഊഞ്ഞിട്ട് കാര്യമില്ല, ചൂട് പിടിച്ചിട്ട് കാര്യമില്ല, എക്സസൈസ് ചെയ്തിട്ട് കാര്യമില്ല, ഭക്ഷണം മാറ്റിയിട്ട് കാര്യമില്ല. അപ്പോൾ എന്താണെന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിന് പ്രോപ്പറായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ഇതും നമുക്ക് മാറ്റിക്കൊണ്ടുവരാൻ പറ്റും, ഇതിൽ സംശയമൊന്നുമില്ല. പക്ഷെ അത് കറക്റ്റ് എന്ത് ചെയ്യണം, പേഷ്യൻറ്റ് രോഗി എന്ത് ചെയ്യണം, അത് പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ആ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ആ പ്രശ്നങ്ങൾക്ക് ദൂരീകരിച്ചിട്ട് നമുക്ക് നോർമൽ കണ്ടീഷനിലേക്ക് നമുക്ക് കൊണ്ടെത്തിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ നിങ്ങൾ തരിപ്പിൻ്റെ പ്രശ്നമുണ്ട്, ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്, ബലം കിട്ടുന്നില്ല, ക്ഷീണമാണ്, കഴുത്ത് വേദനയുണ്ട്, തലവേദന ഉണ്ട്, തരിപ്പ് വരുന്നുണ്ട്, കൈ മടക്കാൻ പറ്റുന്നില്ല, ഇവിടെ പ്രശ്നമുണ്ട്, ഇങ്ങനെ പലതരത്തിൽ ബുദ്ധിമുട്ടുണ്ട്, ഇതിന് അസോസിയേറ്റ് വരുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ നിന്നുള്ള നമ്പറിൽ ബന്ധപ്പെടുക. നമുക്കിനി മറ്റൊരു ഇഷ്യൂമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം. താങ്ക്